നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച വേണമെന്ന് പ്രധാനമന്ത്രിയുടെ രാഹുൽ ഗാന്ധി രാജ്യത്ത് ആകമാനമുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമാണിത്. ചർച്ചയ്ക്ക് തയ്യാറായി വിദ്യാർത്ഥികളെ ബഹുമാനിക്കണമെന്നും വീഡിയോ സന്ദേശത്തിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. There's been a disaster as far as NEET is concerned. Everybody knows that the paper was leaked and the students were hurt, were damaged. Their dream and aspiration has been destroyed and ridiculed. To send a message to the students that we care for them, we believe in them, they are the future, we need to spend one day discussing NEET. And there was a unanimous agreement among all opposition parties that yes, a discussion on NEET, a one-day discussion on NEET is required and should be done. And we're committed to having that discussion peacefully in a very, very accommodating manner. അനൂപ് ദാസ് ഉണ്ട് ഡൽഹിയിൽ നിന്നും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. അനൂപ്, ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തെക്കൂടെ പോലും ഭരണപക്ഷം കണ്ടിട്ടില്ല. അതിൻ്റേതായ പ്രക്ഷോഭങ്ങളാണെന്ന് ഇരു സഭകളിലും കണ്ടത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യ മുന്നണി ഈ വിഷയം എങ്ങനെ വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കാനാണ് പോകുന്നത്? വിവരങ്ങൾ. ഇന്ന് സഭയിൽ ഈ വിഷയം ചർച്ചയിലൂടെ ഉയർത്തിക്കൊണ്ട് വരിക, അതല്ലെങ്കിൽ ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉയർത്തുക എന്നതായിരുന്നു ഇന്ത്യ സഖ്യം ഇന്നലെ എടുത്ത തീരുമാനം. അതാണ് ഇന്ന് നടപ്പിലാക്കിയത്. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളാണ് ഇനി സഭയുള്ളത്. ഈ 3 ദിവസങ്ങളിലും രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയുമായി സഹകരിക്കാനുള്ള തീരുമാനവും ഇന്ത്യ സഖ്യം എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ ദിവസം വളരെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ത്യ സഖ്യം ഉയർത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വീഡിയോ സന്ദേശം വന്നത്. സഭയിൽ വിഷയം ഉന്നയിക്കാൻ, ചർച്ച ചെയ്യാൻ സഭാധ്യക്ഷന്മാർ തയ്യാറായില്ല. പ്രതിഷേധം വലിയ തോതിൽ ഉയരുകയും ചെയ്തു. അപ്പോഴും വിഷയം ബാക്കി അവിടെ നിൽക്കുകയാണ്. നീറ്റ് വിഷയത്തിൽ ചർച്ച നടന്നില്ല. അപ്പോൾ പുറത്തു വന്നതിന് ശേഷം, അല്ലെങ്കിൽ ലോക്സഭാ നടപടികൾ അവസാനിച്ച ശേഷം രാഹുൽ ഗാന്ധി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിച്ച വിഷയമാണ്. വിദ്യാർത്ഥികൾക്ക് മാനസികമായ ഒരു പിന്തുണ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇരുപക്ഷവും കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള സമാധാനപരമായിട്ടുള്ളൊരു ചർച്ച വേണം. അതിന് പ്രധാനമന്ത്രി മുൻകൈ എടുക്കണമെന്നുള്ളതാണ് ആവശ്യം. എന്തായാലും ശക്തമായ പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും തുടരാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം ഇക്കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.